ജസ്ന ജാഫർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പടവുകളിൽ വന്നിരുന്നു. ആ വെള്ളത്തിൽ കാലൊക്കെ വെച്ച് റീലെടുത്തു. ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് അവിടെ ഇത്തരത്തിലുള്ള റീൽ നിർമ്മാണം ചിത്രീകരിക്കാനൊന്നും പാടില്ല എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ആചാരം ലംഘിച്ചു എന്ന് പറഞ്ഞ് പുണ്യാഹം നടക്കുന്നുണ്ട്. അവിടുത്തെ ചടങ്ങാണ്. ആ ചടങ്ങ് അതിനെതിരെയാണ് നടത്തുന്നത്. ഒരാൾ വന്ന് കാൽ കഴുകിയാൽ ഇത്ര പ്രശ്നമുണ്ടോ, നിങ്ങളുടെ ആചാരം ഇതെന്ത് ആചാരമാണ്, ഇങ്ങനെ സംഘടിതമായിട്ട് സനാതനധർമ്മത്തെ ഹിന്ദു സംസ്കാരത്തേക്ക് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ആക്ഷേപങ്ങളിൽ വല്ല അർത്ഥവുമുണ്ടോ സർ? അല്ല, ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് 2-3 തരത്തിൽപ്പെട്ടവരാണ്. ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിക് തീവ്രവാദികളാണ്. ഈ രണ്ടുപേരും ഹിന്ദു വിരുദ്ധരാണ്. ഹിന്ദു വിരുദ്ധരായിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ചില അജണ്ടയുടെ പുറത്ത്. ഇപ്പോൾ തന്നെ എനിക്ക് ഈ സംഭവത്തിനകത്ത് തോന്നിയത്, ഈ ജാസ്മിൻ ജാഫർ ആ ക്ഷേത്രത്തിൽ കടന്നു എന്നുള്ളതല്ല പ്രശ്നം. അവിടെ റീലെടുക്കാനായിട്ട് കോടതി നിരോധിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ്. അങ്ങനെ ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് ഈ സ്ത്രീ നടത്തിയിരിക്കുന്നത്. അവിടെ ഒന്ന് റീലെടുക്കുക, ആ റീലെടുത്തതിന് ശേഷം കാല് കഴുകാൻ പോവുക. ഈ കാല് കഴുകിയതിൻ്റെ പേരിലല്ല പ്രശ്നം. കാല് കഴുകൽ രണ്ടാമത്തെ പ്രശ്നമാണ്. പ്രധാന പ്രശ്നം അവിടെ കോടതി വിധിയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ആചാരലംഘനവും കൂടെ നടത്തിയിരിക്കുന്നു. ഈ രണ്ടും പരസ്പര ബന്ധിതമാണ് ശരിക്കുന്നത്. കാരണം ഇവിടെ ആചാരങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല തീരുമാനിക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ് തീരുമാനിക്കുന്നത്. അവിടെയാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ വശം സ്ഥിതി ചെയ്യുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ജാസ്മിൻ ജാഫർ അവിടെ കടന്ന് റീലെടുക്കുന്ന കാര്യം അവിടുത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്ന അവർ അറിഞ്ഞിട്ടുണ്ടെന്നാണോ? ദേവസ്വം ബോർഡിന് ഇതറിയാം, ദേവസ്വം ബോർഡ് മെമ്പർമാർക്കറിയാം, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഇതറിയാം, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതറിയാം. അല്ലെങ്കിൽ ഇവർക്ക് എന്തിനോട് ശമ്പളം മേടിച്ചെന്തിനാ അവിടെ ഇരിക്കണേ? ഈ തരത്തിൽ 100 കണക്കിന് ആൾ ശമ്പളം മേടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ സെക്യൂരിറ്റിക്കാരൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരാരും അറിയാതെ കണ്ട ആർക്കെങ്കിലും അവിടെ നിന്ന് റീലെടുക്കാൻ വേണ്ടി സാധിക്കുമോ? ഈ റീലെടുക്കാൻ വേണ്ടി നിരോധിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ്. അങ്ങനെ ഹൈക്കോടതി നിരോധിച്ചിരിക്കുന്ന റീലെടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുള്ള അവിടുത്തെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവർ ചോദിച്ച് ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടാവില്ല. ഈ അനുവാദം കൊടുത്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബൈ റിട്ടേൺ ഒരു അനുവാദം കൊടുത്തിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ഇവരുടെ കൂടി അനുവാദത്തോടു കൂടി കൊണ്ട് തന്നെയായിരിക്കണം നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. അങ്ങനെ ക്ഷേത്രാന്തരീക്ഷത്തെ മലീമസമാക്കുക എന്നുള്ളൊരു ദുഷ്ടലാക്ക് ഈ റീലെടുക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം ഇവർ കാല് കഴിയുന്ന പറയുന്ന സ്ഥലം എവിടെയാണ്? അതവിടുത്തെ കുളത്തിലാണ്. കുളത്തിൽ കാല് കഴുകിക്കൂടുന്നുള്ള ചോദ്യം ചോദിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ സാധാരണ രീതിയിൽ അവിടുത്തെ സ്ഥിതി വെച്ചിട്ട് ആരും ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാറില്ല, കുളത്തിലേക്ക് ഇറങ്ങാറില്ല. അങ്ങനെ ഇറങ്ങാതിരിക്കുന്ന കുളത്തിലേക്ക് മറ്റുള്ളവർ ഇറങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഇനി ആചാരത്തിൻ്റെ ലംഘനമാണ്. അതിനുശേഷം അവിടെ കാല് കഴുകിയ എന്ത് കുഴപ്പം? അവർ കാല് ശുദ്ധമല്ലേ? മുസ്ലിമിൻ്റെ കാലല്ലേ? ഇത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല പ്രശ്നം. ഈ റീലെടുക്കലും കാല് കഴുകലും ആര് നടത്തിയാലും തെറ്റാണ്. അതാണ് കോടതി പറയുന്നത്. അപ്പോൾ ഈ കോടതിയേക്കാളും വലുതായിട്ടുള്ള ചില ആളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ആളുകളടക്കം അവർ ഈ കോടതി വിധി മാനിക്കാൻ ഒരു ബാധ്യസ്ഥരല്ലേ? അവിടെ സെക്യൂരിറ്റിക്കാർ ബാധ്യസ്ഥരല്ലേ? അവിടെയുള്ള CCTV ക്യാമറയിൽ ഇവർ ചിത്രം ഉണ്ടാവുമല്ലോ. ഇവരറിയപ്പെടുന്ന ആളാണ്. ഇവർ ഞാൻ മനസ്സിലാക്കിയത് ഇവർ ബ്ലോഗറാണ്, അവർ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആളാണ്, ബിഗ് ബോസിലടക്കമുള്ള പരിപാടിക്ക് വന്നിട്ടുള്ള ആളാണ്, 4 പേർക്ക് അറിയാവുന്നൊരു വ്യക്തിത്വമാണ് അവർ. അങ്ങനെയുള്ള ഒരാൾ അവിടെ വന്നിട്ട് റീലെടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം വാങ്ങിക്കാതെ കണ്ട് വരാനായിട്ട് യാതൊരു തരവുമില്ല. ഇന്ന് മാത്രമല്ല, ഇവർ റീലെടുക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ആളുകളും മൗനമായിട്ട് ഇതിന് അനുവാദം കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഒരു വശം. രണ്ടാമത്തത്, ഇപ്പം നമ്മളാരും പറയുന്നില്ല ആ ക്ഷേത്രത്തിനകത്ത് ജാസ്മിൻ കയറിയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആചാരലംഘനം എന്നുള്ള വിശ്വാസം എനിക്കില്ല കേട്ടോ. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല എന്നുള്ളത് അത് ഹിന്ദു വിരുദ്ധമാണ് ആ ബോർഡ്. ഒരു സംശയം എന്നെ സംബന്ധിച്ചില്ല. കാരണം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രവിശ്വാസിയായിരിക്കുന്ന ആളുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല അമ്പലത്തിൽ കിടത്തേണ്ടത്, മറിച്ച് അയാൾ വിശ്വാസിയാണെന്നുള്ളതാണ്. വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ക്ഷേത്രത്തിൽ കിടക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അയാൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ട്. ഈ പ്രാർത്ഥിക്കാനുള്ള അധികാരത്തെ തടയുവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് ആദ്യം സംസാരിച്ചത് 1984 RSSന്റെ അന്നത്തെ പ്രാന്തകാര്യവാഹായിരുന്ന അഡ്വക്കേറ്റ് TV അനന്തരാണ്. അദ്ദേഹം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ യോഗം അവിടെ ഗുരുവായൂരിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്,
ക്ഷേത്രത്തിന്റെ ദർശനം കൊടുക്കേണ്ടത്, ക്ഷേത്രത്തിന്റെ ഭരണം നിയന്ത്രിക്കേണ്ടത് വിശ്വാസികളാണ്, അവിശ്വാസികളല്ല. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ടോ? എനിക്കറിയില്ല, ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് വിശ്വാസമുണ്ടോ? ഇവർക്ക് ഈ സ്ഥാനത്ത് എത്തിച്ചേരുന്ന പലപ്പോഴും കഴിഞ്ഞ ഇലക്ഷൻ സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ സീറ്റ് കിട്ടാത്തവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ കഴിഞ്ഞ ഇലക്ഷനിൽ അസംബ്ലിയിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ടാവും. ആ തോറ്റിട്ടുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാര്. ഈ പറയുന്ന കലാപരിപാടി അല്ലാതെ കണ്ട് കേരളത്തിലുള്ള ഒരു ദേവസ്വം ബോർഡുകളിലും യഥാവിധി ക്ഷേത്ര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെയോ പ്രസിഡന്റുമാരെയോ നിശ്ചയിക്കുന്ന പണിയില്ല. അത് മലബാർ ദേവസ്വത്തിലായാലും കൊള്ളാം, ഗുരുവായൂർ ദേവസ്വത്തിലായാലും കൊള്ളാം, കൊച്ചി ദേവസ്വം ബോർഡിലായാലും കൊള്ളാം, തിരുവിതാംകൂറിലായാലും കൊള്ളാം. ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിന്റെ ആളുകളാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ശബരിമലയില് ചില സ്ത്രീകളെ കൊണ്ടുപോയല്ലോ യുവതീ പ്രവേശനത്തിന്റെ പേരില്. തലേ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചവരെ പോലീസുകാർ കയ്യും പിടിച്ചുകൊണ്ട് ഒരു ദിവസം അർദ്ധരാത്രി 2 മണി 3 മണി എടുക്കുന്ന സമയത്തേക്ക് ക്ഷേത്രത്തിലേക്ക്, ശബരിമല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് പോലീസുകാരാ കൊണ്ടുവന്നേ. അത് ദേവസ്വം ബോർഡിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അതിനെതിരായിട്ട് ചില ആളുകൾ അവിടെയുള്ള ഭക്തജനങ്ങൾ സമരം ചെയ്ത സമയത്ത് ആ ഭക്തജനങ്ങൾക്കെതിരായിട്ട് കേസെടുത്തവരാ ഇവിടുത്തെ പോലീസ്. ആ കേസെടുക്കാൻ വേണ്ടി എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ക്ഷേത്രവിശ്വാസം എന്നാ പറയുന്നേ? സർവ്വ ശരിക്കും ഈ ജാസ്മിൻ ജാഫറിനെ പോലുള്ളവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുന്നതിന് യാതൊരു വിലക്കും വെക്കേണ്ട കാര്യമില്ല, ഒരാവശ്യമില്ല. അപ്പൊ യേശുദാസിനെതിരെ അങ്ങനെ ഒരു പ്രശ്നം വന്നത് വലിയ വിവാദമായല്ലോ. ഇതിനകത്ത് ക്ഷേത്ര വിശ്വാസിക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ അടക്കമുള്ള ഒരു നിലപാട്. ഇപ്പൊ ജാസ്മിന്റെ വിഷയത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന വിഷയം പരിരത്തോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ ഹിന്ദു ഐക്യവേദി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പറയാതിരിക്കാൻ കാരണം ഇത് ജാസ്മിനാണോ അല്ലെങ്കിൽ ഫിലോമിനയാണോ അല്ലെങ്കിൽ മറ്റേ ശ്രീകുമാരിയാണെന്നുള്ള ചോദ്യം ആരെയും സംബന്ധിച്ചില്ല. വിഷയമുള്ളത് ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ചില ആളുകൾ യൂട്യൂബിൽ കിടന്ന് കസറുന്നുണ്ട്. ആ യൂട്യൂബിലേക്ക് കസറിൽ പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. CPIയുടെ ചില ആളുകൾ വലിയ വലിയ വായിൽ സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കാൻ കാരണം? അവരാവശ്യം മുസ്ലിം ആയതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയിട്ടില്ല എന്ന് പറയുകയും അതിന്റെ പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനെതിരായിട്ടുള്ള വലിയൊരു പടപ്പുറപ്പാടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അവര്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തെ നശിപ്പിക്കുവാനുള്ള ഒരു ആസൂത്രിതമായുള്ള ശ്രമത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. അത് പല സമയത്തും വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് നമുക്കറിയാലോ, അവിടെ സ്ത്രീകള് ചുരിദാറിട്ട് കയറാൻ പാടില്ല, സാരി ഉടുത്ത് കയറണം. ഞാനൊരു യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഈ സാരിക്ക് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഇവിടുത്തെ ദേവസ്വം കമ്മീഷണർക്ക് അറിയാമോ? ദേവസ്വം കമ്മീഷന്റെ അമ്മുമ്മയുടെ അമ്മ അല്ലെ അമ്മുമ്മ അവർ സാരി ധരിച്ചിട്ടുണ്ടോ? ഞാൻ അദ്ദേഹം ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ ചോദിച്ച്. പക്ഷെ അയാളുടെ അമ്മുമ്മയുടെ അമ്മ സാരി ധരിച്ചിട്ടില്ല. അപ്പൊ എന്ന് വെച്ചാൽ അക്കാലത്തുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ സാരി ധരിക്കണം എന്നുള്ള ദേവസ്വം കമ്മീഷണറുടെ തീരുമാനം ശുദ്ധ ഭോഷ്കാണ്. സമാനം തന്നെയാണിതും. ഇത് തീരുമാനിക്കേണ്ട വിശ്വാസികളാണ്. വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ നേർക്ക് കപട മതേതരത്വക്കാരെന്ന് പറയുന്ന ആളുകള്, അവിശ്വാസികളായിരിക്കുന്ന ആളുകൾ കടന്നുകയറ്റം നടത്തുന്നതിന്റെ ഭാഗം തന്നെയാണ് ഗുരുവായൂർ കാണുന്നത്. അവിടെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം ഹൈന്ദവ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ജാസ്മിന് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പങ്കുണ്ടാവാം. ജാസ്മിൻ ആയിരിക്കാം അതിന്റെ ഒരു വെപ്പൺ ജാസ്മിൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ജാസ്മിനെ വെച്ചുകൊണ്ട് ചില രാഷ്ട്രീയക്കാരിലെ കളികൾ കളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇതിന് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ സംസാരിക്കേണ്ട ആരോടാണ്? ഹൈന്ദവ പ്രസ്ഥാനങ്ങളോട് സംസാരിക്കണം. അവർ നിലപാട് വ്യക്തമാക്കട്ടെ. അവർ പറയട്ടെ ഇതിനെ കുറിച്ച്. അവരാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് ഈ പറയുന്ന ആളുകളെ അവിടെ കൊണ്ടുവന്ന് കാല് കഴുകിച്ചതും റീലെടുക്കാൻ സംബന്ധിച്ചും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം. അവിടെയുള്ള ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടി ആവശ്യമല്ലേ? ആവശ്യമാണ്. ഒരു സംശയക്കാര്യത്തെ സംബന്ധിച്ചില്ല. ഇവർ ക്ഷേത്രവിരുദ്ധരാണ്. ക്ഷേത്രം നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നവരാണ്. അങ്ങനെ ക്ഷേത്രം നശിപ്പിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന വേണ്ടിയിട്ട് ഒരു ഗുരുവായൂർ പോലുള്ളൊരു മഹാക്ഷേത്രത്തെ വിട്ടുകൊടുക്കുന്നത് ഒരു കാരണവശാലും മര്യാദയല്ല. എന്ന് മാത്രമല്ല, അവിടെ പുണ്യാഹം തളിച്ചു എന്നാ പറയുന്നത്. ഈ പുണ്യാഹത്തിന് ചിലവ് ആരാ വഹിക്കുന്നത്? അത് ആരാ വഹിക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്നാണോ വഹിക്കുന്നത്? അല്ലല്ലോ, ദേവസ്വം ബോർഡിൽ നിന്നല്ലേ എടുക്കുക. ഈ പണം ജാസ്മിന്റെ നിന്ന് എടുക്കണം.
ഈ പണം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എടുക്കണം, അവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ സാധിക്കണം, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയുള്ള അവരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടത്, അല്ലാതെ കണ്ട് പാവപ്പെട്ട ഭക്തൻ കൊടുക്കുന്ന ഭണ്ഡാരത്തിലെ പൈസ എടുത്തുകൊണ്ട് പുണ്യാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പുണ്യാഹം നടത്തുന്നവരെ എന്നെ പോലുള്ളവർക്ക് വിളിക്കാൻ സാധിക്കുന്നത് ഇവരൊക്കെ ഭണ്ഡാരപ്രിയന്മാരാണ്. ഇവരുടെ താല്പര്യം ഭണ്ഡാരത്തോടാണ്, ഇവരുടെ താല്പര്യം വിശ്വാസത്തോടല്ല, ഇവരുടെ താല്പര്യം ഗുരുവായൂരപ്പനോടല്ല, ക്ഷേത്ര വിശ്വാസത്തോടല്ല. ക്ഷേത്ര വിശ്വാസങ്ങളെ തകിടം മറിക്കുവാനായിട്ടുള്ള ദേവസ്വം ബോർഡിലെ ചിലരുടെയും ഈ ജാസ്മിൻ തുടങ്ങിയിട്ടുള്ള ചില ആളുകളുടെയും സംഘടിതമായിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഗുരുവായൂർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തികച്ചും ക്ഷേത്ര വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.